എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വലിയൊരു സ്വാഗതം. അങ്ങനെ മറ്റൊരു വീഡിയോ ആയിട്ട് ഇതാ നമ്മൾ വീണ്ടും വന്നിരിക്കുന്നു. അപ്പൊ ഇന്ന് നമ്മുടെ അമ്പലത്തിലെ, അതായത് അയ്യപ്പങ്ങാട്ടിൽ ഭഗവതി ക്ഷേത്രത്തിലെ ദേവിയുടെ പിറന്നാളാണെന്ന്. അപ്പൊ അതിനോടനുബന്ധിച്ച് നടത്തുന്ന പൂജാതി കർമ്മങ്ങളും മറ്റ് സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങളും എല്ലാ കുടുംബാംഗങ്ങളും കൈകോർത്ത് പിടിച്ച് നിന്ന് ഒത്തൊരുമോട് കൂടിയിട്ടുള്ള നല്ലൊരു ആഘോഷമാണ് ഇന്ന് നമ്മുടെ ചാനലിൽ നമ്മൾ കാണിക്കുന്നത്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 5-6 കൊല്ലമായി നമ്മൾ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട്. ഇതേവരെ എനിക്ക് ഇവിടുത്തെ അമ്മയുടെ പ്രതിഷ്ഠാദിനം എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല. ഇത് എത്രത്തോളം നന്നായിട്ട് എടുത്തിട്ടുണ്ട് എന്ന് എനിക്ക് അറിയില്ല. എന്നാൽ കൂടി ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. എല്ലാവരും എന്നോട് ചോദിക്കും, നിനക്ക് ചാനലൊക്കെ ഉണ്ടായിട്ട് നീ എന്താ അമ്പലത്തിലെ പരിപാടികളൊന്നും ഇടാത്തെ എന്ന് എന്നോട് പലരും ചോദിക്കാറുണ്ട്. പക്ഷെ അതിനനുസരിച്ചുള്ള ഒരു സാഹചര്യമല്ല എനിക്ക് എല്ലാ കൊല്ലവും ഉണ്ടാവാറ്. പക്ഷെ എനിക്ക് ഈ കൊല്ലം അതിന് സാധിച്ചു. അതിന് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്, കണ്ണ് നിറയണു പറയുമ്പോൾ. അപ്പം ഞങ്ങളുടെ തന്ത്രിയാണ്, അമ്പലത്തിലെ തന്ത്രിയാണ് വിനിശാന്തി, ഞങ്ങൾ അങ്ങനെയാണ് അദ്ദേഹത്തെ വിളിക്കുക. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള മറ്റ് അംഗങ്ങളും വന്നതിന് ശേഷമാണ് നമ്മുടെ അമ്പലത്തിലെ ഉയർച്ചകളും ഞങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം ഉണ്ടെങ്കിൽ ആ മാറ്റങ്ങളും നമുക്കൊക്കെ അനുഭവപ്പെട്ടു തുടങ്ങിയിട്ടുള്ളത്. ഇതെല്ലാം പറയണത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അതൊന്നും പറയാതെ നമ്മുടെ ഈ ഒരു വീഡിയോ പരിപൂർണതയിൽ എത്തില്ല എന്നുള്ള പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ഞാനിതെല്ലാം പറയുകയാണ്. ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്തെങ്കിലുമൊക്കെ അമ്പലത്തിൽ പരിപാടി ഉണ്ടാകുമ്പോൾ നമ്മുടെ വിനിശാന്തി, ഞങ്ങളുടെ തന്ത്രി ഇല്ലെങ്കിൽ അതിനൊരു പരിപൂർണത ഉണ്ടാവാറില്ല കേട്ടോ. ഒരുപാട് വിഷമം ഉണ്ടാവാറുണ്ട്. പക്ഷെ എന്തായാലും ഇക്കൊല്ലത്തെ പരിപാടിക്ക് എല്ലാത്തിനും അദ്ദേഹം കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും വളരെ വൃത്തിയോട് കൂടിയിട്ട് തന്നെ നല്ല എല്ലാവിധ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് ഉണ്ടാവട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഭഗവതിയുടെ ഞങ്ങളുടെയൊക്കെ സന്തോഷത്തിന് വേണ്ടിയിട്ട് തന്നെ അദ്ദേഹം വളരെ ഭംഗിയോട് കൂടിയിട്ട് തന്നെ ഞങ്ങളുടെ പ്രതിഷ്ഠാദിനം നടത്തി തന്നു. അദ്ദേഹത്തിൻ്റെ പരികർമ്മികളോടും ഒരുപാട് സന്തോഷവും നന്ദിയൊക്കെ അറിയിക്കുകയാണ്. അതേപോലെ തന്നെ നമുക്ക് ഒട്ടും വിട്ടുമാറ്റാൻ പറ്റാത്ത നമ്മുടെ ശ്രീരാജേട്ടൻ, നമ്മുടെ മാസത്തിൽ ഒരിക്കൽ വന്ന് പൂജ ചെയ്യുന്ന നമ്മുടെ ശ്രീരാജേട്ടൻ, അദ്ദേഹത്തെ അങ്ങനെയാണ് നമ്മൾ വിളിക്കാറുള്ളത്. അപ്പോൾ അദ്ദേഹമാണ് നമ്മുടെ മാസത്തിൽ ഒരിക്കൽ, മലയാള മാസം 1-ാം തീയതി പൂജ ചെയ്യാറുള്ളത്. അദ്ദേഹം രാവിലെ എത്തിയിട്ടുണ്ടായിരുന്നില്ല, എന്തായാലും വൈകുന്നേരം എത്തും എന്നുള്ള ഒരു പൂർണ്ണ വിശ്വാസത്തോടു കൂടി തന്നെ നമ്മുടെ ഈ ഒരു പരിപാടി തുടങ്ങാണ്. അതിഗംഭീരമായിട്ടുള്ള വാദ്യാഘോഷത്തോടു കൂടിയിട്ട് തന്നെ നമുക്ക് ഈ പരിപാടി ആഘോഷിക്കാം അല്ലേ. അപ്പം ഞങ്ങളുടെ ഈ ഒരു പൂരാഘോഷം തന്നെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഈ ഒരു പ്രതിഷ്ഠാദിനം ഞങ്ങളുടെ കുടുംബത്തോടൊപ്പം നിങ്ങളും നമ്മുടെ ഒരു കുടുംബമാണ് അല്ലേ. അപ്പോൾ നിങ്ങളും ഞങ്ങളുടെ കൂടെ കൂടുക. ഇതൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്നവരെന്തായാലും ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണണം. എനിക്ക് എന്തായാലും ഇങ്ങനെയുള്ള ഭക്തിസാന്ദ്രമായിട്ടുള്ള ചില അമ്പലങ്ങളിൽ മാത്രമാണ് എനിക്ക് ഇങ്ങനെ മനസ്സറിഞ്ഞിട്ട് നിൽക്കാൻ പറ്റിയിട്ടുള്ളൂ. അതിലൊരു അമ്പലമാണ് നമ്മുടെ കുടുംബക്ഷേത്രം. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു സന്തോഷത്തിൻ്റെ കൂടെ നിങ്ങളും ഒത്തുചേർന്ന് നമ്മുടെ വീഡിയോ കാണാം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ അയ്യപ്പങ്ങാട്ടിൽ ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനത്തിന് വലിയൊരു സ്വാഗതം അർപ്പിച്ചുകൊണ്ട് നമ്മുടെ പരിപാടി ഇവിടെ ആരംഭിക്കുകയാണ്. അങ്ങനെ വാദ്യാഘോഷങ്ങളൊക്കെ അതിഗംഭീരമായിട്ട് തന്നെ നടന്നു. ഇനി നമ്മൾ ചെയ്യുന്നത് പറചെരിയൽ ഒരു വഴിപാടാണ്. പറചെരിയ അതിവിടുത്തെ അമ്മ ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ഇപ്പം മറ്റു ചിലരും നമ്മുടെ കുടുംബത്തിലുള്ള അംഗങ്ങൾ ഒരാൾ പറചെരിഞ്ഞതിന് ശേഷം മറ്റു ചിലരും പറചെരിയാറുണ്ട് കേട്ടോ. അതിന് നേരും നമ്മൾ. അപ്പോൾ അടുത്ത കൊല്ലം നേർച്ച നമ്മൾ ഇക്കൊല്ലം തന്നെ പറയും ഭഗവതിയുടെ അടുത്ത് എങ്ങനെ ചെയ്യാമെന്ന്. അപ്പോൾ കഴിഞ്ഞ കൊല്ലം പറഞ്ഞവരും ഇക്കൊല്ലം ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ സമ്പത്തും സമാധാനവും സമൃദ്ധിക്കും വേണ്ടിയിട്ട്
വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പറചെരിയൽ വഴിപാട് ചെയ്യുന്നത്. അപ്പം അത് നല്ല ഭംഗിയോട് കൂടിയിട്ട് തന്നെ നടന്നു. ഇനി നമ്മൾ കുട്ടികളുടെ നൃത്ത ആഘോഷങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. എല്ലാവരും ഇതാ കൗസല്യേച്ചി, നമ്മുടെ അപ്പുചേട്ടൻ എല്ലാവരും അതിഗംഭീരമായിട്ട് തന്നെ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കുടുംബാംഗങ്ങളെല്ലാം വട്ടളഞ്ഞ് നമ്മുടെ അമ്പലത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അസുലഭ സാഫല്യം നിൻവരദാനം അടിയങ്ങൾ കവലംബം നിൻ സന്നിധാനം കാനനവാസ കലിയുഗ വരദ കാനനവാസ കലിയുഗ വരദ കാൽ തളിരിണ കൈ തൊഴും എന്തായാലും നമ്മുടെ അപ്പുചേട്ടന്റെ ഭക്തിഗാനം അതിഗംഭീരമായിരുന്നു. അടുത്തതായിട്ടൊരു നൃത്ത പരിപാടിയാണ്. നേദ്യ, ആവണി, ആത്മിക, അനന്യ, വൃന്ദ, നമ്മുടെ ശിവാശരത്ത്, നമ്മുടെ കുട്ടപ്പായി. ബജിരേ നന്ദഗോപാല ഹരേ, ബജിരേ നന്ദഗോപാല ഹരേ, ബജിരേ നന്ദഗോപാല ഹരേ, ബജിരേ നന്ദഗോപാല ഹരേ. ബാക്കി ഞാൻ പാടുന്നില്ല കേട്ടോ. എനിക്ക് ആ പാട്ട് തീരെ പാടാൻ അറിയില്ല. ആകെ 2 വരിയെ പാടാൻ അറിയണ്ടായിരുന്നുള്ളൂ. അതാണ് ഇപ്പൊ ഞാൻ പാടിയത്. കോപ്പിറൈറ്റ്സ് കിട്ടുന്നത് കൊണ്ടാണ് നമ്മൾ പാട്ട് ഇതിൽ ആഡ് ചെയ്യാത്തത് കേട്ടോ. അപ്പൊ ഇതാ നമ്മുടെ കുട്ടികളെ തന്നെ കഷ്ടപ്പെട്ടിട്ട് ഒരെണ്ണത്തിന് ഇങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞാൽ ഒരെണ്ണം അങ്ങോട്ട് ഓടും. എന്റെ കുട്ടപ്പായൊക്കെ ഭയങ്കര കുറുമ്പനാ, വിളിച്ചു കഴിഞ്ഞാൽ വരികയില്ല കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരെ ഇത്രയും കഷ്ടപ്പെട്ട് ചീത്ത പറയാതെ അടിക്കാതെയൊക്കെ വളരെ സൗമ്യത്തോടു കൂടിയിട്ട് ഡാൻസ് പഠിപ്പിച്ച നമ്മുടെ പൊന്നൂസിന്, അതായത് ആര്യ, നമ്മുടെ അനിതേശ്വര മോളാണ് കേട്ടോ. അപ്പൊ അവൾക്ക് ഒരുപാട് സന്തോഷവും നന്ദിയൊക്കെ അറിയിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ. അപ്പൊ കുട്ടപ്പായിനൊക്കെ ഡാൻസ് പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ പണിയൊന്നല്ല. എനിക്ക് ഇവർക്ക് 2 സ്റ്റെപ്പ് പറഞ്ഞു കൊടുത്താൽ അപ്പൊ ദേഷ്യം വരും. പക്ഷെ ഞാൻ പറഞ്ഞു കൊടുക്കാനൊന്നും നിന്നിട്ടില്ല കേട്ടോ. പ്രാവശ്യം എല്ലാം അവളാണ് ചെയ്തത്. പാട്ട് കോർഡിനേറ്റ് ചെയ്ത് ഏതൊക്കെ പാട്ടുകളാണ് വേണ്ടത്, പിള്ളേരേനൊക്കെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് എല്ലാം നല്ല രീതിയിൽ തന്നെ ചെയ്തു. എന്തായാലും നല്ല മനസ്സാണ് അവൾക്ക്. കുട്ടികളെ ഇത്രയും കഷ്ടപ്പെട്ട് എക്സാമിന്റെ ടൈമിലാണ് അവൾ പഠിപ്പിച്ചത് കേട്ടോ. എന്തായാലും ഒരുപാട് സന്തോഷവും നന്ദിയൊക്കെ ഈ ഒരു അവസരത്തിൽ അവളോട് ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്. അപ്പോൾ ഈ ഒരു പ്രതിഷ്ഠാപനത്തിന്റെ വീഡിയോ നമ്മൾ കുറച്ച് വെറൈറ്റി ആയിട്ടാണ് നിങ്ങളിലേക്ക് പ്രസന്റ് ചെയ്യണത്. അതിൽ തെറ്റുണ്ടോ ശരിയുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് അങ്ങനെ ചെയ്യണം എന്ന് എനിക്ക് തോന്നി. അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ തന്നെ പിള്ളേരൊക്കെ കളിച്ച് സൂപ്പറാക്കി. ഇത് നമ്മുടെ സുന്ദര കുട്ടൻ കണ്ണൻ, രേഷ്മയുടെ കുട്ടിയാണ്. നമ്മുടെ ഗ്രീഷ്മയുടെ ചേച്ചിയുടെ മോനാണ് കേട്ടോ. മോളുണ്ട്, അവള് മൂത്തതാണ് പാറുക്കുട്ടി. അപ്പൊ അത് അവൻ ഗംഭീരമായിട്ട് ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട്. പാട്ടൊക്കെ വെച്ചപ്പോ അവന്റെ കുസൃതികൾ കണ്ടപ്പോ വയസ്സായ മുത്തശ്ശിമാരടക്കം മതിലിന്റെ അപ്പുറത്ത് നിന്നിട്ട് ചിരിക്കുകയാണ് കേട്ടോ. അതൊരു രസം വേറെ തന്നെയാണ്, കുട്ടികളുടെ ഒരു ഡാൻസ് അല്ലേ. അങ്ങനെ കുഞ്ഞു ചെറുക്കന്റെ ഡാൻസ് ഒക്കെ കഴിഞ്ഞപ്പോ അടുത്തത് നമ്മുടെ നൃത്ത ചുവടുകളായിട്ട് നമ്മുടെ അതേ ഗ്രൂപ്പ് തന്നെ എത്തിയിരിക്കുകയാണ്. കാന്താരയിലെ സോങ്ങും വേറൊരു സോങ്ങും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു പാട്ടാണ് കേട്ടോ. അപ്പൊ നല്ല ഭംഗിയായിട്ട് അവർ കളിച്ചു. അത് ആദ്യത്തെ ഡാൻസിനേക്കാൾ നന്നായത് പിന്നീട് അങ്ങോട്ടുള്ള ഡാൻസുകളായിരുന്നു. ഏകദേശം ഒരു 4 ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ഗ്രൂപ്പിന്റെ തന്നെ. അപ്പൊ ഇതിലും കളിക്കുന്നത് ശിവാശരത്ത്, അനന്യ, ആത്മിക, വൃന്ദ, നേദ്യ, ഇവരൊക്കെ തന്നെയാണ് കേട്ടോ കളിക്കുന്നത്. എന്തായാലും നല്ല ഭംഗിയോട് കൂടിയിട്ട് തന്നെ നമ്മുടെ പിള്ളേരത് കളിച്ചു. ആത്മികയുടെ പേര് ഞാൻ പറഞ്ഞില്ലേ, വിട്ടുപോയോ? ഇല്ലല്ലോ. അപ്പോൾ നല്ല രസമായിട്ട് തന്നെ എല്ലാവരും കണ്ട് സന്തോഷിച്ച് നമ്മുടെ പിള്ളേരുടെ പ്രോഗ്രാമൊക്കെ അതിഗംഭീരമായിട്ട് ആഘോഷിച്ചു കേട്ടോ. അപ്പോൾ അടുത്തത് നമ്മൾ സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ്. ആദ്യത്തെ ട്രിപ്പ് കഴിച്ചവർ മറ്റുള്ള ആളുകൾക്ക് വിളമ്പി കൊടുക്കുകയാണ്. അങ്ങനെ സദ്യാവിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ നിങ്ങൾക്ക് ഉണ്ടാവും. എന്നിരുന്നാലും എനിക്ക് പറയണം എന്നൊരു പൂതി, അതുകൊണ്ട് പറയുകയാണ്. സാമ്പാർ, അച്ചാറ്, പുളിയിഞ്ചി, അവിയൽ, നല്ലൊരു തോരൻ, പിന്നെ ചോറ്, പിന്നെ നല്ലൊരു പായസം, ഇത്രയായിരുന്നു കേട്ടോ. പിന്നെ പപ്പടം, അത് നമുക്ക് വിടാൻ പറ്റില്ല. അപ്പോൾ വൈകുന്നേരത്തെ ആഘോഷങ്ങളിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ തന്ത്രി വന്നു. ചുവപ്പ് പട്ടുടുത്ത് നിൽക്കുന്നില്ലേ, അദ്ദേഹമാണ് കേട്ടോ ഞങ്ങളുടെ വിനിശാന്തി തന്ത്രി, നമ്മുടെ അമ്പലത്തിലെ. ചുവപ്പ് പട്ടല്ല, ചുവപ്പ് മുണ്ട്. അപ്പൊ കുട്ടികൾക്ക് സമ്മാനദാനം വിതരണം ചെയ്യാണ് കേട്ടോ. കുട്ടനൊട്ടിയുടെ അയ്യോ ആവണിയുടെ പേര് എഴുതിയിട്ടില്ലേ? മാമ ആവണി എഴുതിയിട്ടില്ലേ?
ആവണി വായോ ഓടിവാ ഓടിവാ എൻ്റെ വാട്സപ്പ് ചെയ്തിട്ടോ അപ്പൊ ഈ രണ്ട് കുട്ടികള് Dance teacher, come on the stage. അങ്ങനെ പരിപാടി അവതരിപ്പിച്ച എല്ലാവർക്കും ടീച്ചർക്ക് ഉൾപ്പെടെ സമ്മാനദാനം അവിടെ വിതരണം ചെയ്തു കേട്ടോ. ഒരുപാട് സന്തോഷം, മനസ്സ് നിറഞ്ഞ കുട്ടികൾക്ക്. ഇത് നമ്മൾ ഇന്ന് ചെയ്യുമ്പോൾ നാളെ ഇത് കാണുന്ന കുട്ടികൾക്ക് ചെയ്യാനുള്ളൊരു പ്രചോദനമാണ്. കുട്ടികൾക്ക് മാത്രമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും. അടുത്ത പ്രാവശ്യം ഞങ്ങൾ തിരുവാതിരക്കളിയൊക്കെ കളിപ്പിച്ചാലോ അല്ലെങ്കിൽ നമുക്ക് അടുത്ത പ്രാവശ്യം ഒരു വീരനാട്യം കളിച്ചാലോ എന്നുള്ളൊരു ധാരണയൊക്കെ മനസ്സിൽ വരും. അപ്പോൾ ഇത് ചെറിയൊരു പരിപാടിയാണ് കുട്ടികളുടെ. എല്ലാ കുട്ടികൾക്കും ഞാൻ വാങ്ങിച്ചത്. ഞാൻ 6 കുട്ടികളെ കണ്ടുള്ളൂ. പിന്നെ പ്രദോഷത്തിരി വലിപ്പുള്ള ആളല്ലേ, അപ്പോൾ അത് പ്രത്യേകം പെട്ടിട്ട് കളിച്ചവർ മാത്രമേ പെട്ടു. അപ്പം ഇനിയും എല്ലാ കുട്ടികളും ഈ ദേവി എന്ന് പറയുന്നത് 3 സ്വരൂപത്തിലിരിക്കണം. ആഗ്രഹിക്കുന്നവർക്ക് മഹാലക്ഷ്മിയായിട്ട് അനുഗ്രഹം കൊടുക്കും, വിദ്യാർത്ഥിക്കുന്നവർക്ക് മഹാസരസ്വതിയായിട്ട് അനുഗ്രഹം കൊടുക്കും. ഏത് രീതിയിലാണ് നമ്മൾ ആ ദേവീനെ പ്രാർത്ഥിക്കുന്ന ആ രീതിയിൽ ദേവി നമ്മുടെ കൂടെ ഉണ്ടാവും. അതാണ്. അപ്പോൾ കുട്ടികൾ ചെയ്തതൊരു കലയാണ്. അപ്പോൾ കലയുടെ ദേവത തന്നെ സരസ്വതിയല്ലേ. അപ്പോൾ ആ സരസ്വതി ദേവിയുടെ അനുഗ്രഹം എന്നും ഉണ്ടാവട്ടെ. കേട്ടോ. അപ്പോൾ ഈ ദേവിക്കൊരു പ്രത്യേകതയുണ്ട്. ഇവിടെ 3 രൂപത്തിൽ തന്നെയാണ് ദേവി. 3 സ്വരൂപത്തിലെ മഹാലക്ഷ്മി, മഹാകാളി, മഹാസരസ്വതിയായിട്ട് വിചാരിക്കണം. അത് സംശയമില്ല. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു പ്രോഗ്രാം, ഒരു പരിപാടി ഇവിടെ നൃത്തം, കുട്ടികളുടെ നൃത്തം ചെയ്യണം എന്ന് നമ്മൾ മനസ്സിലിങ്ങനെ ഒരു തോന്നലുണ്ടാവുണ്ടല്ലോ. അത് അവതരിപ്പിച്ചാൽ എന്താ കുഴപ്പം? കഴിഞ്ഞ പ്രാവശ്യം എന്നോട് ചോദിച്ചായിരുന്നു. അപ്പോൾ ഞാൻ അതിനെന്താന്ന് പറഞ്ഞിട്ട് അപ്പം തന്നെ നമ്മൾ സെറ്റ് ചെയ്തതാണ് അല്ലേ. അത് ഈ പ്രാവശ്യം വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. വളരെ നന്നായി. വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. വളരെ നന്നായി. ടീച്ചർക്ക് ഏറ്റവും കൂടുതൽ അഭിനന്ദനം. കുട്ടികൾക്ക് അതിനേക്കാൾ കൂടുതൽ. വേറെ ഒന്നും പറയാനില്ല. നമുക്ക് ദീപാരാധനയാണ്. അങ്ങനെ ദീപാരാധനയ്ക്കുള്ള കാത്തിരിപ്പാണ് ഇനി അങ്ങോട്ട് കേട്ടോ. ഞങ്ങളിൽ ഓരോരുത്തരിലും വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് ചുറ്റുപാടും നിറഞ്ഞിരിക്കുന്നത്. അമ്പലത്തിൻ്റെ ചുറ്റുപാടും അങ്ങനെ എല്ലാവരും കാരണന്മാരൊക്കെ അവിടെ വരിവരിയായിട്ട് ഇരിക്കുന്നുണ്ട്. അവർക്ക് അധികം നേരം നിൽക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് എല്ലാവരും എത്തിച്ചേർന്നിരിക്കുന്നു. അപ്പോൾ ദാ എന്നെ കണ്ടില്ല എന്നൊരു പരാതി വേണ്ട, ഇതാ ഞാൻ. അപ്പോൾ ദാ വിളക്കൊക്കെ ചരാതിൽ തിരിയൊക്കെ കത്തിച്ച് തെളിയിച്ച് അമ്പലത്തിന് ചുറ്റും കത്തിച്ച് വെച്ചിട്ടുണ്ട്. ദീപസ്തംഭമൊക്കെ തെളിയിച്ചു. അങ്ങനെ കൊട്ടുമേളമൊക്കെ തുടങ്ങി. അപ്പം നമുക്കിനി ഇതങ്ങോട്ട് കാണാം.
ദീപാരാധന തുടങ്ങി കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെണ്ടമേളം, കുത്തുവിളക്ക്, വാളിച്ചിലമ്പ്, പട്ട്, വാളിച്ചിലമ്പ്, 2 വാളിച്ചിലമ്പ് ഭുവനേശ്വരിക്കുള്ളതും ഭദ്രകാളിക്കുള്ളതുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ താലം പിടിച്ചിട്ടുള്ള നമ്മുടെ അമ്മമാരും ചേച്ചിമാരും കുട്ടികളും കുട്ടിപ്പട്ടാളങ്ങളും എന്ന് വേണമെങ്കിൽ പറയാം, വരിവരിയായിട്ട് നമ്മൾ ദേവിയെ എഴുന്നള്ളിക്കാൻ വേണ്ടി പോവുകയാണ്. ഒരുപാട് സന്തോഷം, ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ളൊരു നിമിഷമാണ് കേട്ടോ അത്. മനസ്സിലിങ്ങനെ നമുക്ക് വല്ലാത്തൊരു ഉന്മാദം നമുക്കിങ്ങനെ വരും. അങ്ങനത്തെ ഒരു ഭക്തിസാന്ദ്രമായിട്ടുള്ളൊരു നിമിഷമാണ്. അപ്പം ഞങ്ങളെല്ലാവരും ഒത്തൊരുമിച്ച് കൂടി പോവാണ് കേട്ടോ. ചിലരെങ്കിലും ചിന്തിക്കും നമ്മുടെ അമ്പലത്തിലെ കോമരങ്ങളില്ലേന്ന്. എന്താ സംശയം? ഭദ്രകാളിക്കും ഭുവനേശ്വരിക്കും 2 നാഗങ്ങൾക്കും ഇവിടെ കോമരങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും അവരൊക്കെ തുള്ളി ആർമാദിക്കുക തന്നെയാണ്, ദേവിയുടെ ആ ഒരു ശക്തി അറിയിക്കുക തന്നെയാണ് ഓരോരുത്തരിലും. അപ്പോൾ അതായത് എല്ലാവരും ദീപം കത്തിച്ചിട്ട് നമ്മുടെ താലത്തിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ചരാതിൽ തിരി വെച്ചിട്ടാണ് നമ്മൾ ദീപം കത്തിച്ചിട്ടുള്ളത്. അപ്പോൾ ഓരോരുത്തരത് വരിവരിയായിട്ട് നിൽക്കുന്നുണ്ട്. നമ്മുടെ സുകുമാമനാണ് അതിന് നേതൃത്വം വഹിക്കുന്നത്, എണ്ണ ഒഴിച്ചു കൊടുക്കാനും തിരി കത്തിക്കാനൊക്കെ കേട്ടോ.
അങ്ങനെ വൈകുന്നേരത്തെ ദീപാരാധനയോട് കൂട്ടിയിട്ടുള്ള വാദ്യാഘോഷങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് നടന്നു. ഞങ്ങൾ മനസ്സ് തുറന്ന് ദേവീനെ കാണുകയും ചെയ്തു, മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ കുരുതി പൂജയ്ക്ക് വേണ്ടിയിട്ട് അമ്പലത്തിന് പുറത്തേക്ക് വന്നു കേട്ടോ. പുറത്താണ് നമ്മൾ കുരുതി പൂജയും കാര്യങ്ങളൊക്കെ കഴിക്കുക. അങ്ങനെ ഇതാ നമ്മുടെ വിനിശാന്തി, ഞങ്ങളുടെ തന്ത്രി ആണ് ആ കർമ്മങ്ങളൊക്കെ നിർവഹിക്കാൻ വേണ്ടിയിട്ട് അവിടെ ചുവന്ന മുണ്ടുടുത്തിട്ട് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ശ്രീരാജശാന്തി താഴ്ത്തിരിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി കൊടുക്കാൻ തോന്നുന്നു. കുരുതി പൂജ നമ്മൾ അമ്പലത്തിന് പുറത്ത് വെച്ചിട്ടാണ് നടത്താറുള്ളത് കേട്ടോ. അത് അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. കുമ്പളങ്ങ മുറിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, കുരുതി പൂജ ചെയ്യാറുള്ളത്. അതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള വശങ്ങളൊന്നും എനിക്ക് അറിയില്ല. എന്നിരുന്നാൽ കൂടി നമ്മൾ അവിടെ നിന്ന് പ്രാർത്ഥിക്കേണ്ട കാര്യങ്ങൾ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരികയുണ്ടായി. നമുക്ക് ഈ കണ്ണേറ്, പ്രാക്ക്, അതേപോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള എനർജികളുടെ ശല്യം, ബുദ്ധിമുട്ട്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നന്നായി പ്രാർത്ഥിച്ച് നമ്മൾ ആ ഒരു സമയത്ത് നമ്മളെ ഒഴിഞ്ഞിടാൻ വേണ്ടിയിട്ട് കുറച്ച് ധാന്യങ്ങൾ അവർ നമ്മുടെ കയ്യിൽ തരും. അപ്പോൾ അത് നന്നായിട്ട് ഒഴിഞ്ഞ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളെല്ലാം നമുക്ക് മാറി നമ്മുടെ മനസ്സിൽ ദൈവ ചൈതന്യം കൊണ്ടുവരാനും അതേപോലെ തന്നെ പോസിറ്റീവായിട്ട് ചിന്തിക്കാനും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പോസിറ്റീവായിട്ട് നടക്കാനും എല്ലാം നമ്മളെ നല്ല വഴിയിലോട്ട്, അതായത് നമ്മൾ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണല്ലോ. അല്ലാതെ നമുക്കെല്ലാം ദൈവം തരുമെന്ന് വിചാരിച്ചിരിക്കുകയല്ല വേണ്ടത്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ തട്ടും തടസ്സവും കാര്യങ്ങളൊന്നും ഇല്ലാതെ നടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു പോസിറ്റീവ് എനർജീനെ നമ്മൾ ആശ്രയിക്കുന്നത് അല്ലേ. അപ്പം അങ്ങനെ തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ യാതൊരു തട്ടും തടസ്സവും കാര്യങ്ങളും ഇല്ലാതെ വളരെ ഭംഗിയോട് കൂട്ടിയിട്ട് നടക്കാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ് നമുക്ക് എപ്പോഴും വേണ്ടത് കേട്ടോ. നെഗറ്റീവായിട്ടുള്ള എനർജികൾ നമ്മുടെ മനസ്സിൽ കുടിയേറി പാർക്കാതിരിക്കുക, അത്രേ വേണ്ടൂ. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ പൂജകളെല്ലാം നല്ല ഭംഗിയോട് കൂടിയിട്ട് തന്നെ നടക്കുന്നുണ്ട് കേട്ടോ.
അങ്ങനെ കുരുതി പൂജയും കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയോട് കൂടിയിട്ട് തന്നെ നടന്നു കേട്ടോ. ഒരുപാട് സന്തോഷം. നമ്മുടെ ഈ ഒരു പ്രതിഷ്ഠാ ദിനം അതിഗംഭീരമായിട്ട് തന്നെ നടന്നു. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളെല്ലാവരും നമ്മളെ കാത്തിരിക്കുക. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ സീ യു. നമുക്ക് അടുത്ത വീഡിയോയിൽ ഉഷാറായിട്ട് തന്നെ കാണാം കേട്ടോ. എല്ലാവരും വട്ടളഞ്ഞിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക. അതേപോലെ തന്നെ അവിലും മലരും കാര്യങ്ങളൊക്കെ തട്ടിപ്പറിച്ച് തിന്നുകൊണ്ടിരിക്കുകയാണ്.